Hi dears, welcome back to RK Next. ഞാൻ നിങ്ങളുടെ സ്വന്തം ASR മിസ് ആണ്. അപ്പോൾ മിസ് എന്ന് വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് കേട്ടോ. ഒരു അടിപൊളി ഹാപ്പി ന്യൂസ് ആയിട്ടാണ് മിസ് എന്ന് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ അധ്യയന വർഷത്തിലെ വിദ്യാഭ്യാസ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിക്കോട്ടെ ഇവർക്കൊക്കെ എന്താ പറയുക വിദ്യാഭ്യാസ കലണ്ടർ എന്ന് പറയുമ്പോൾ ഒരു ആകാംക്ഷയാണ് അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും? ഈ വർഷത്തെ അവധികൾ അറിയാൻ ഏതൊക്കെ അവധികളുണ്ട് അല്ലെ, എത്ര ദിവസം നമുക്ക് ഓരോ മാസം അവധി കിട്ടുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ, എന്നാലല്ലേ നമുക്കൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ വർഷത്തെ അവധികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു കലണ്ടർ പ്രകാരം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജൂലൈയിലേക്ക് പോവാം. ഇതിന്റെ മുന്നേയുള്ള മാസങ്ങളും നമുക്ക് ആവശ്യമില്ല, കഴിഞ്ഞു പോയി അല്ലേ. ഇപ്പൊ ജൂലൈ 14 മിസ് ഈ വീഡിയോ എടുക്കുന്ന ദിവസം. ഓക്കെ, 14 മിസ് ഈ വീഡിയോ എടുക്കുന്ന ദിവസം, അതായത് തിങ്കളാഴ്ച. അപ്പൊ മക്കളെ നോക്കിക്കേ, ഇതിന് ശേഷമുള്ള ലീവുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഇതെല്ലാം ശനിയാഴ്ച ദിവസങ്ങളാണ്. പിന്നെ ഞായറാഴ്ച ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് എല്ലാ ഞായറാഴ്ചയും നമുക്ക് എന്താണ് അവധിയാണ്. ശനിയാഴ്ചയുടെ കാര്യത്തിൽ മാത്രമേ നമുക്കൊരു ചെറിയ പ്രശ്നമുള്ളൂ. ചില ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാണ്. UP-ക്കാർക്കും ഹൈസ്കൂളുകാർക്കും ഒക്കെ എന്താണ് പ്രവൃത്തി ദിവസമാണ് കേട്ടോ. അപ്പൊ ഇത് 14 തീയതി. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, 19 തീയതി ശനിയാഴ്ച നമുക്ക് അവധിയാണ്. 26 തീയതി നമുക്കൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. എന്താ, 26 തീയതി നമുക്ക് പ്രവൃത്തി ദിവസമാണ്. അത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ നോക്കിക്കടാ, 24 തീയതി കർക്കടക വാവ് ആയതുകൊണ്ട് തന്നെ 24 വ്യാഴാഴ്ച നമുക്ക് അവധിയാണ്. അപ്പൊ ഈ ഒരു മാസം ഇനി നമ്മൾ പ്രതീക്ഷിക്കാൻ പോകുന്നത് നമ്മുടെ 24 തീയതിത്തെ കർക്കടക വാവ് അവധിയായിട്ടാണ് അല്ലെ. ഓക്കെ, അതിന്റെ പുറമെ നമുക്ക് 26 എന്ത് വേണം, സ്കൂളിൽ പോണം അല്ലെ. നമുക്ക് എന്താണ് പ്രവൃത്തി ദിവസമാണ്. 19 തീയതി ശനിയാഴ്ച പക്ഷെ നമുക്ക് എന്താണ്, നമുക്ക് അവധി ദിവസമാണ് കേട്ടോ. ഓക്കെ, യെസ്. 27 എന്ന് പറയുമ്പം അത് വീണ്ടും എന്താണ്, ഞായറാഴ്ച അവധിയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഓഗസ്റ്റിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഓഗസ്റ്റിൽ നിങ്ങൾ നോക്കിക്കടാ, ശനിയാഴ്ച 2 തീയതി, 9 തീയതി, 23 തീയതി, 30 തീയതി അല്ലെ. ഈ 4 ശനിയാഴ്ചകളും നമുക്ക് എന്താണ്, അവധിയാണ്. പക്ഷെ 16 തീയതി നമുക്ക് എന്താണ്, പ്രവൃത്തി ദിവസമാണ്. 15 തീയതി നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ് അല്ലെ, ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പൊ അന്ന് നമുക്ക് അവധി പോലെ തന്നെയാണ്. കാരണം നമ്മൾ സ്കൂളിൽ പോകും, ഫ്ലാഗ് ഹോയിസ്റ്റിംഗിന് ശേഷം ഒരു മധുരമൊക്കെ കഴിച്ച് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് വീട്ടിലൊക്കെ പെട്ടെന്ന് തന്നെ വരും. ഓക്കെ, അപ്പൊ 15 തീയതി നമ്മുടെ എന്താണ്, ഇൻഡിപെൻഡൻസ് ഡേ ആണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് 28 തീയതി ഒരു അവധിയുണ്ട്. നമ്മുടെ അയ്യങ്കാളി ജയന്തി വരുന്നത് എപ്പോഴാണ്, നമ്മുടെ 28 തീയതി വ്യാഴാഴ്ചയാണ്. അന്ന് നമുക്ക് എന്താണ്, നമുക്ക് അവധിയാണ് കേട്ടോ, അന്ന് അവധിയാണ്. അപ്പൊ ഇതാണ് ഓഗസ്റ്റ്. അടുത്ത സെപ്റ്റംബറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കൂട്ട അവധി നമുക്ക് കിട്ടുന്ന മാസമാണ് സെപ്റ്റംബർ, കാരണം നമ്മുടെ ഓണം. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഓഗസ്റ്റ് നമ്മൾ നോക്കിയാൽ നമ്മൾ ഓണപരീക്ഷ പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റ് 20 തീയതി അല്ലെ. ഓഗസ്റ്റ് 20 തീയതി മുതൽ നമ്മുടെ എന്ത് സ്റ്റാർട്ട് ചെയ്യും, നമ്മുടെ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യും. 29 തീയതിയോടുകൂടി ഓണം എക്സാം അവസാനിക്കും അല്ലെ. അപ്പൊ 20 to 29 വരെ നമ്മൾ ഭയങ്കര തിരക്കിലായിരിക്കും, കാരണം നമ്മുടെ ഓണപരീക്ഷ നടക്കുന്ന ദിവസങ്ങളാണ്. അപ്പൊ 29 തീയതി ഓണാഘോഷത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്കൂൾ അങ്ങ് പൂട്ടും. അതിനുശേഷം 30 തീയതി മുതൽ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ സെപ്റ്റംബർ 1, 2, 3, 4, 5, 6, 7 തീയതി വരെ നമുക്ക് എന്താ, ഓണവധിയാണ് അല്ലെ. അതായത് നമ്മൾ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന കൂട്ട അവധിയാണ് അല്ലെ. അപ്പൊ 7 തീയതി വരെ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക, ആഘോഷിക്കുക ഓണം. 8 തീയതിയാണ് നമ്മൾ തിരിച്ച് സ്കൂളിലേക്ക് പോകുന്നത്. 8 തീയതി സ്കൂൾ തുറക്കും. ഓക്കെ, ഇനി സെപ്റ്റംബർ മാസത്തിലെ ശനിയാഴ്ചകൾ നോക്കുകയാണെങ്കിൽ 13, 20, 27 എല്ലാം നിങ്ങൾ നോക്കിക്കേ, 6 അടക്കം എന്താണ്, എല്ലാം അവധി ദിവസങ്ങളാണ്. അതായത് ശനിയാഴ്ച പ്രവൃത്തി ദിവസം ഇല്ല, സെപ്റ്റംബർ മാസത്തിൽ ഇല്ല. ഇനി ശ്രീകൃഷ്ണ ജയന്തി, അതുപോലെ തന്നെ നമ്മുടെ എന്താണ്, ശ്രീനാരായണ ഗുരു ജയന്തി അല്ലെ. ഈ ദിവസങ്ങളെല്ലാം വന്നിരിക്കുന്നത് നമ്മുടെ ഞായറാഴ്ചയാണടാ. ഞായറാഴ്ച കൊണ്ടുപോയി, അല്ലെങ്കിൽ നമുക്ക് ശ്രീകൃഷ്ണ ജയന്തിക്കും അല്ലെ ഒക്കെ ഒരു ലീവ് കിട്ടേണ്ടതാ. പക്ഷെ ശ്രീകൃഷ്ണ ജയന്തി ആയിക്കോട്ടെ, ശ്രീനാരായണ ഗുരു ദിനം ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ്, നമ്മുടെ ഞായറാഴ്ച കൊണ്ടുപോയി. അതുകൊണ്ട് നമുക്ക് ഇനി അതിലൊന്നും പറയാനില്ല അല്ലെ. ഓക്കെ, ഇനി അത് കൂടാതെ നമുക്ക് എന്ത് വരുന്നില്ല, മറ്റ് അവധികളൊന്നും വരുന്നില്ല. ഇനി ഒക്ടോബറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒക്ടോബർ തുടങ്ങുന്നത് തന്നെ അവധിയിലാണ് കേട്ടോ. കാരണം 1 തീയതി മഹാനവമിയാണ്. ഓക്കെ, 1 തീയതി മഹാനവമിയാണ്. നമുക്ക് എന്താ, ബുധനാഴ്ച 1 അവധിയാണ്. 2 തീയതി അറിയാലോ, ഒക്ടോബർ 2 അല്ലെ, നമ്മുടെ ഗാന്ധി ജയന്തിയാണടാ, ഗാന്ധി ജയന്തിയാണ്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 2 നമുക്ക് എന്താണ്, അവധിയാണ്. ഇനി ശനിയാഴ്ച നോക്കിയാൽ 11, 18 നമുക്ക് അവധിയാണ്. പക്ഷേ 4, 25
ഈ 2 ശനിയാഴ്ചകളും പ്രവൃത്തി ദിവസമാണ് കേട്ടോ. പിന്നെ ഞായറാഴ്ചയ്ക്ക് പുറമെ നമ്മൾ നോക്കിയാൽ ദീപാവലി വരുന്നുണ്ട്. 20-ാം തീയതി ദീപാവലിയാണ്, തിങ്കളാഴ്ച നമുക്ക് എന്താണ്, അവധിയാണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരു അവധി കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒക്ടോബറിൽ നമുക്ക് കാര്യമായിട്ട് അവധികൾ കിട്ടിയിട്ടുണ്ട്. 1, 2, 20 ഒക്കെ ലീവാണ്. പക്ഷെ 2 ശനിയാഴ്ചകളിൽ നിങ്ങൾക്ക് എന്താ പ്രവൃത്തി ദിവസം വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് ഒക്ടോബർ ഒരു അവസ്ഥ. അടുത്തത് നവംബറിലേക്ക് പോവാണെങ്കിൽ, ഇപ്പൊ നവംബറിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ലീവ് ഒന്നും ഇല്ല അല്ലെ, അങ്ങനത്തെ ഒരു അവധി ദിവസങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ ശനിയാഴ്ച പ്രവൃത്തി ദിവസവും ഇല്ല. നോക്കിക്കേ, 1, 8, 15, 22, 29 എല്ലാ ശനിയാഴ്ചയും അവധിയാണ് അല്ലെ. എല്ലാ ശനിയാഴ്ചയും അവധിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ശനിയാഴ്ച നിങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളില്ല. പക്ഷെ അതിന്റെ പുറമെയുള്ള അവധികളും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ഡിസംബറിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും കൂട്ട അവധി കിട്ടാൻ പോകുന്ന, പക്ഷെ അതിന്റെ കൂടെ തന്നെ പരീക്ഷ എഴുതേണ്ട ഒരു മാസമാണ് അല്ലെ. നമ്മൾ ഓണത്തിന് പറഞ്ഞ പോലെ തന്നെ ഓണപരീക്ഷ എഴുതുന്നു, ലീവിന് പോകുന്നു, ക്രിസ്മസ് പരീക്ഷ എഴുതുന്നു, ലീവിന് പോകുന്നു അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഏകദേശം ഒരു 11-ാം തീയതി ഒക്കെ ആയിരിക്കും നിങ്ങളുടെ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ക്രിസ്മസ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 19-ാം തീയതിയോടുകൂടി നിങ്ങളുടെ ക്രിസ്മസ് എക്സാം അവസാനിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ്, അവധിയാണ് അല്ലെ. 9 ദിവസത്തോളം നിങ്ങൾക്ക് ലീവ് കിട്ടും. 20-ാം തീയതി മുതൽ 28-ാം തീയതി വരെ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അവധിയാണ് അല്ലെ. ആഘോഷിക്കാൻ ട്രിപ്പ് പോകാനുള്ള അവധി ദിവസങ്ങളാണല്ലേ. ഇനി ശനിയാഴ്ച 6, 13, 27 ഇതും എന്താ വന്നിരിക്കുന്നത്, അവധി ദിവസങ്ങളാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പ്രവൃത്തി ദിവസമായിട്ടുള്ള ഒരു ശനിയാഴ്ച നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റില്ല, ഡിസംബർ മാസത്തിൽ കാണാൻ പറ്റില്ല. ഓക്കെ അല്ലേ. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം കിട്ടുന്ന ഈ ഒരു കൂട്ട അവധി തന്നെയാണ് നമുക്ക് ഈ ഒരു മാസം കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ജനുവരിയിലേക്ക് പോവാണ് അല്ലെ. ഇനി ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആകുമ്പോൾ നമ്മുടെ പരീക്ഷ വരും. അപ്പം ജനുവരിയിലേക്ക് പോവാണെങ്കിൽ മന്നൻ ജയന്തി വെള്ളിയാഴ്ച അല്ലെ 2-ാം തീയതി നമുക്ക് അവധി കിട്ടിയിട്ടുണ്ട്. പക്ഷെ 3-ാം തീയതി നമുക്ക് പ്രവൃത്തി ദിവസമാണ്. 31-ാം തീയതിയും ശനിയാഴ്ച പ്രവൃത്തി ദിവസമാണ്. പക്ഷെ ബാക്കി 3 ശനിയാഴ്ചകൾ നോക്കിക്കേ, 10, 17, 24 ഇതെല്ലാം എന്താണ്, അവധി ദിനങ്ങളാണ് കേട്ടോ. ആ ശനിയാഴ്ചകളെല്ലാം അവധി ദിനങ്ങളാണ്. പിന്നെ നമ്മുടെ റിപ്പബ്ലിക് ഡേ വരുന്നുണ്ട് അല്ലെ, 26-ാം തീയതി ജനുവരി 26th അല്ലെ. അന്നും നമുക്ക് എന്താണ്, നമുക്ക് അവധിയാണ് കേട്ടോ. അതായത് സ്കൂളിൽ പോയി സെയിം നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ പറഞ്ഞ പോലെ തന്നെ അത്ര നേരം മാത്രമേ സ്കൂളിൽ നിൽക്കേണ്ട ആവശ്യം വരുള്ളൂ അല്ലെ. അപ്പൊ അത് നമുക്ക് അങ്ങനെ ഒരു റെഡ് മാർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഓക്കെ, ബാക്കി ദിവസങ്ങളൊന്നും നമുക്ക് അവധി കാണാൻ പറ്റുന്നില്ല. ഇനി നമ്മൾ ഫെബ്രുവരിയിലേക്ക് പോവാണെങ്കിൽ ഇവിടെ നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലടാ. ശിവരാത്രി ഒക്കെ വന്നിട്ടുണ്ട്, അത് ഞായറാഴ്ച വന്നിട്ടുണ്ട്. അപ്പം മക്കളെ നോക്കിക്കടാ, ശനിയാഴ്ചകളിൽ നമുക്ക് എല്ലാം അവധിയാണ്. അതായത് അവധി ദിനങ്ങളാണ് എല്ലാ ശനിയാഴ്ചയും, പ്രവൃത്തി ദിവസങ്ങളില്ല. ഇപ്പൊ 7, 14, 21, 28 എല്ലാം എന്താണ്, നമുക്ക് ഹോളിഡേയ്സ് ആണ് അല്ലെ. അതിന്റെ പുറമെ നമുക്ക് അവധി ദിവസങ്ങളൊന്നും കാണാൻ പറ്റില്ല. മാർച്ചിലേക്ക് പോവാണെങ്കിൽ മാർച്ചിൽ ഞാൻ എന്ത് പ്രത്യേകമായിട്ട് എടുത്ത് പറയാനാ, നമ്മുടെ എക്സാം നടക്കുന്ന സമയമാണ് മാർച്ച് അല്ലേ. അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു ഈദുൽ ഫിത്തർ വന്നിട്ടുണ്ട്, 21st ഈദുൽ ഫിത്തർ വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ 20-നോ 22-നോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസും ഉണ്ട് അല്ല. 21 അല്ലെങ്കിൽ 22 അങ്ങനെ വരാനാണ് കൂടുതൽ ചാൻസ്. അപ്പോഴും ഞായറാഴ്ച അത് കൊണ്ടുപോകും. അപ്പൊ എന്തായാലും ഈ മാസം നമുക്കിനി എന്ത് ലീവ് കിട്ടിയിട്ട് എന്താ കാര്യം, കാരണം എന്താ, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് എല്ലാ ലീവും നമ്മൾ ഉപയോഗിക്കേണ്ടത്. പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ലീവായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ എക്സാം എഴുതുകയാണല്ലോ, അത് നമ്മുടെ ഫൈനൽ എക്സാം, മെയിൻ എക്സാം അല്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കടാ, ശനിയാഴ്ച 7, 14, 21, 28 എല്ലാം നമുക്ക് എന്താണ്, അവധി ദിനങ്ങൾ തന്നെയാണ്. അതിന്റെ പുറമെയുള്ള അവധി ദിനങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു വർഷത്തെ അവധി ദിവസങ്ങൾ. അപ്പൊ എന്തായാലും സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഈ കലണ്ടർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആവശ്യത്തിനുള്ള ഹോളിഡേയ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അവധി ദിവസങ്ങൾ നമുക്ക് ആവശ്യത്തിന് അധികം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്ട്രെസ്സിന്റെ ഒന്നും ആവശ്യമില്ല, ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു വർഷം നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു അവധിനെ കുറിച്ചൊന്നും അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, ഒരു ഹാപ്പി ന്യൂസ് അല്ലടാ. അപ്പൊ അവർ സന്തോഷിക്കട്ടെ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ മിസ് എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു ഹാപ്പി ന്യൂസുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാൻ.